എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 17-ാം ദിവസം. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. ഓം ശ്രീ മഹാദേവിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 17. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിർഭിർ വശിന്യാദ്യാഭി സ്ത്വാം സഹജനനി സഞ്ചിന്തയതി യ സ കർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിർഭിർ വാചോഭിർ വാഗ്ദേവി വദനകമല ആമോദ മധുരൈ. ഇവിടെ പറയാം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗിരുചിഭിർ വശിന്യാദിഭിർ ത്വാം സഹ ജനനി സഞ്ചിന്തയതി യഃ സ കർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വാചോഭി വാഗ്ദേവി വദനകമല മോദമധുരൈ. ഇവിടെ അരുണാദേവിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അരുണാദേവിയുടെ അനുഗ്രഹത്താൽ സരസ്വതീ ദേവിയുടെ അരുണവർണ്ണമായ അരുണാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി കവിശ്രേഷ്ഠന്മാരായി മാറാൻ നല്ല വാക്കുകൾ പ്രയോഗിക്കാൻ പറ്റുന്നു. നല്ല ഗംഭീരമായ വാക്കുകളെ കൊണ്ട്, ശൃംഗാരരസപൂർണമായ വാക്കുകളെ കൊണ്ട് സജ്ജനങ്ങളെ രമിപ്പിക്കാൻ പറ്റുന്നു. അപ്പം അങ്ങനെ ആ അരുണാദേവിയെ ഇങ്ങനെ കൂടുതൽ പ്രകീർത്തിക്കുമ്പോൾ, അപ്പം എന്താ പറയുന്നത്, സരസ്വതീ ദേവിയുമുണ്ട്, അരുണാദേവിയുമുണ്ട്. അപ്പോൾ അവരെ ആ നല്ല വാക്കുകൾ ചന്ദ്രകാന്തമണി കണ്ട പോലെ കാന്തിയോട് കൂടിയവരായി. അല്ലയോ ജഗന്മാതേ, ചന്ദ്രകാന്തമണി ഖണ്ഡം പോലെ ധവള കാന്തിയോട് കൂടിയവരും വാക്കുകളെ ജനിപ്പിക്കുന്നവരുമായ വശിന്യാദി വാഗ്ദേവതകളോടുകൂടെ നിന്തിരുവടിയെ യാതൊരുവൻ ധ്യാനിക്കുന്നു, അവൻ വാണീദേവിയുടെ മുഖകമല പരിമളം കൊണ്ട് അതിമധുരമായും മഹാന്മാരുടെ വാക്വിലാസം പോലെ രുചിക്കുന്നതായുമുള്ള വാക്കുകളെ കൊണ്ട് മഹാകാവ്യ പ്രബന്ധങ്ങളുടെ നിർമ്മാതാവായി ഭവിക്കുന്നു. അപ്പം അല്ലയോ മാതാവേ, അല്ലയോ അമ്മേ, ചന്ദ്രകാന്തമണി പോലെ അതിധവള കാന്തിയോട് കൂടിയവരും വാക്കുകളെ ജനിപ്പിക്കുന്നവരുമായ അതികാന്തിയോടുകൂടി എന്ന് വെച്ചാൽ അരുണാദേവിയോടുകൂടി ധവള കാന്തിയോടുകൂടിയവരും അരുണാദേവിയോടൊപ്പം തന്നെ വാഗ്ദേവതയാരാണ്? സരസ്വതീ ദേവി. ഇപ്പോൾ വാക്കുകളെ ജനിപ്പിക്കുന്നവരുമായ വശിന്യാദി ദേവകളോട് കൂടെ നിന്തിരുവടിയെ യാതൊരുവൻ ധ്യാനിക്കുന്നു, അവൻ വാണീദേവിയുടെ മുഖകമല പരിമളം കൊണ്ട് അതിമധുരമായും മഹാന്മാരുടെ വാക്വിലാസം പോലെ രുചിക്കുന്നതായുമുള്ള വാക്കുകളെ കൊണ്ട് മഹാകാവ്യ പ്രബന്ധങ്ങളുടെ നിർമ്മാതാവായി ഭവിക്കുന്നു. അല്ലയോ മാതാവേ, എന്താണ്, വശിന്യാദി ദേവകളോടുകൂടി അങ്ങയെ സ്തുതിക്കുമ്പോഴാണ്, അങ്ങയെ ആര് ധ്യാനിക്കുന്നു അപ്പോഴാണ് അവന് മധുരമായി വാക്കുകൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ തൻ്റെ വാക്വിലാസം കൊണ്ട് മറ്റുള്ളവരെ രസിപ്പിക്കാൻ കഴിയുന്നു, മറ്റുള്ളവർക്ക് രുചിക്കുന്നതായി തോന്നുന്നു. അപ്പം അങ്ങനെ മഹാകാവ്യ പ്രബന്ധങ്ങളുടെ നിർമ്മാതാവായും മാറുന്നു. അപ്പം മഹാകാവ്യങ്ങളെ ഒക്കെ സൃഷ്ടിക്കാനുള്ള ആ ഒരു എന്താണ് പറയുന്നത്, അതിൻ്റെ ആ അരുണാദേവിയുടെയും ഈ വശിന്യാദികളുടെയും അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ മഹാകാവ്യങ്ങളൊക്കെ ഒരു സാധകന് രചിക്കാൻ പറ്റുന്നത്. വശിന്യാദികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി. അപ്പം ഇത്രയും പേരോടുകൂടി ദേവിയെ ആരൊരാളാണോ ധ്യാനിക്കുന്നത്, അവൻ വാണീദേവിയുടെ മുഖകമല പരിമളം കൊണ്ട് അതിമധുരമായും മഹാന്മാരുടെ വാക്വിലാസം പോലെ രുചിക്കുന്നതുമായ വാക്കുകളെ കൊണ്ട് മഹാകാവ്യ പ്രബന്ധങ്ങളെ നിർമ്മിക്കാൻ കഴിയുന്നു. ഇവിടെ പറഞ്ഞത്
സരസ്വതീ ദേവിയോടൊപ്പം തന്നെ അരുണാദേവിയെ ഈ വശിന്യാദികളോടുകൂടി ആരാണോ ധ്യാനിക്കുന്നത് അവർക്ക് ദേവിയുടെ മുഖകമല പരിമളം കൊണ്ട് അതിമധുരമായും മഹാന്മാരുടെ വാഗ്വിലാസം പോലെ ഇരിക്കുന്നതായുമുള്ള വാക്കുകളെ കൊണ്ട് മഹാകാവ്യ പ്രബന്ധങ്ങളെ നിർമ്മിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ എന്താണ് നമുക്ക് വാക്കുകൾ ഉച്ചരിക്കാനും അത് നമ്മുടെ മനസ്സിലിങ്ങനെ വാക്കുകൾ തോന്നി 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 അത് കവിത്വമാകാനും അതായത് കവികളാകാനും ആ കവികൾ മഹാകവികളായി മാറി മഹാകാവ്യ പ്രബന്ധങ്ങളെ സൃഷ്ടിക്കുന്നതായും സൃഷ്ടിക്കാനുള്ള യോഗ്യതയും ആരാണ് കൊടുക്കുന്നത്? ആ അനുഗ്രഹം കൊടുക്കുന്നത് മുഴുവൻ ദേവിയാണ്. അവിടെ സരസ്വതീ ദേവിയും അരുണാദേവിയും വശിന്യാദികളും ഒക്കെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേവിയുടെ വിവിധ രൂപങ്ങൾ ദേവിയാണിതെല്ലാം തന്നെ. അപ്പോൾ എങ്ങനെയുള്ള ഈ വശിന്യാദികളെ കൂടെ കണ്ടുകൊണ്ട് ദേവിയെ ആരാധിച്ചാൽ, ദേവിയെ ധ്യാനിച്ചാൽ എന്താണ് അവർക്ക് വാഗ്ധോരണി, നല്ല നല്ല വാക്കുകൾ, കവിയാകാൻ കഴിയുന്നു, മഹാകവിയാകാൻ കഴിയുന്നു, മഹാകാവ്യപ്രബന്ധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നു. അങ്ങനെ എന്താ പറയുന്നത്, ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നല്ല വാക്കുകൾ കൊണ്ട് തൻ്റെ കാവ്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ സാധകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ആസ്വദിക്കത്തക്ക രീതിയിൽ തൻ്റെ സാധകരെ ആസ്വദിക്കത്തക്ക രീതിയിലുള്ള വാക്കുകൾ, ഭാഷ കൈകാര്യം ചെയ്യാനും വാക്കുകൾ കൈകാര്യം ചെയ്യാനും അനർഗള നിർഗളമായിട്ട് അത് പറയാനും അത് എഴുതാനും ഒക്കെ കഴിയുന്നത് ഈ ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? സവിത്രീ ഫിർവാചാം ശശിമണി ശിലാഭംഗരുചിഭി വശിന്യാദീഭി ത്വാം സഹ ജനനി സഞ്ചിന്തയതി യ സ കർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭി വാചോഭി വാഗ്ദേവി വദനകമല മോഹമധുരൈ. വാണീദേവിയുടെ മുഖകമല പരിമളം കൊണ്ട് അതിമധുരങ്ങളായ വാഗ്വിലാസങ്ങളെ സൃഷ്ടിക്കാനും വലിയ മഹാകാവ്യങ്ങൾ എഴുതാനുമൊക്കെ കഴിയുന്നത് ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാളിദാസൻ മുതലായ കവികളൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് മഹാകവിയായത്. അപ്പോൾ ആരായാലും തന്നെ നമുക്കായാലും പാടുന്നതിനായാലും കവിത എഴുതുന്നതിനായാലും ഒക്കെ പറ്റുന്നുവെങ്കിൽ അത് ആരുടെ അനുഗ്രഹമാണ്? ഈ ത്രിപുരസുന്ദരിയായ മഹാദേവിയുടെ അനുഗ്രഹമാണ്. ഈ ജഗന്മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈ വശിന്യാദേവികളുടെ, അരുണാദേവിയുടെ, സരസ്വതീ ദേവിയുടെ ഇവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ലയോ ജഗന്മാതാവേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.